യൂണിറ്റി ഫണ്ടമെൻ്റൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ് ഗെയിം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗെയിം പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാമ്പിൾ സീൻ എന്ന് പറഞ്ഞൊരു സീൻ കാണാം. അതിനടിയിൽ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞ സംഭവം കാണാം. ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്. അതിനടിയിൽ ഡയറക്ഷണൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്, ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്, ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്. ഇതിനടിയിൽ ഇതിന് കുറച്ച് ചിൽഡ്രൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു പാരൻറ്റ് ഗെയിം ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഗെയിം ഒബ്ജക്റ്റാണ്. അത് കൂടാതെ ഇതിനടിയിൽ വരുന്ന ഓരോ ഗെയിം ഒബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ യൂണിറ്റിയുടെ ലേഔട്ട് UI എന്ന് പറഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നു സീനിലുള്ളതൊക്കെ ആ ഹയറാർക്കിയിൽ പേര് വെച്ച് കാണാമെന്ന്. അപ്പം അതിനർത്ഥം ഈ സീനിലുള്ള ഓരോ സാധനവും ഓരോ ഗെയിം ഒബ്ജക്റ്റുകളാണ്. ഈ സംഭവം മൊത്തത്തിലൊരു ഗെയിം ഒബ്ജക്റ്റാണ്, എല്ലാം കൂട്ടിയിട്ടൊരു ഗെയിം ഒബ്ജക്റ്റാണ്. അതിവിടെ വയ്ക്കാൻ കാണാം. അത് കൂടാണ്ട് ഇതിൻ്റെ ഓരോ പീസും ഓരോ ഗെയിം ഒബ്ജക്റ്റായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഗെയിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും, അതായത് ആ സീനിലുള്ള ഗെയിമിൻ്റെ ആ വേൾഡിലുള്ള എല്ലാ സാധനങ്ങളും ഒരു ഗെയിം ഒബ്ജക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ക്യാമറ, നമ്മുടെ സ്ക്രീനിൽ ഗെയിമിന് കാണാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. ഇവിടെ കാണുന്ന ലൈറ്റ് ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ ഗെയിം ഒബ്ജക്റ്റാണ്. അപ്പോൾ ഗെയിം ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗെയിം ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി നല്ലൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഞാനൊരു പുതിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എവിടെയാണ് സീൻ? ഓക്കെ, സീൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ സീൻ ഓപ്പൺ ചെയ്യാൻ പോകണം. ഇത് ഒരു എംപ്റ്റി സീനാണ്, എന്നാലും അതിൽ ക്യാമറ, ഡയറക്ഷണൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗെയിം ഒബ്ജക്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് നമുക്കൊരു കാർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഒരു 2D കാർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2D കാർ നമ്മുടെ ഗെയിമിൽ വേണമെങ്കിൽ ആ 2D കാർ എന്നുള്ളത് ഒരു ഗെയിം ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മുടെ ഗെയിമിൽ ഒരു അറ്റാക്ക് ചെയ്യുന്ന സോംബി ഉണ്ടെങ്കിൽ ആ സോംബി ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. അതായത് നമ്മുടെ ഗെയിമിലുള്ള എല്ലാം ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. അപ്പോൾ 2D കാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്രിയേറ്റ് എംപ്റ്റി എന്ന് വേണ്ട, ഇത് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പേര് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻസ്പെക്ടർ, നമ്മൾ UI ലേഔട്ടിലൊക്കെ ലേഔട്ട് വിൻഡോ സെക്ഷനിൽ പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് ഇത് കാണണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണണമെന്നായിരിക്കും നല്ലത്. ഇവിടെയും നമുക്ക് പേര് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ പേര് കൊടുക്കാൻ പോണ് 2D കാർ. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടറിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതേസമയത്ത് 2D കാർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഡയറക്ഷൻ ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഈ എന്താണ് ഇൻസ്പെക്ടറിൽ വ്യത്യാസം വരാൻ കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗെയിം ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഗെയിമിൻ്റെയുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഗെയിം ഒബ്ജക്റ്റ്. പക്ഷേ ഗെയിം ഒബ്ജക്റ്റ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് കമ്പോണൻസ് വേണം. ഞാൻ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. ഇപ്പം നമ്മൊരു കാർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കാർ, ആ കാറിന് എന്തൊക്കെയുണ്ട്? ആ കാറിൽ സൗണ്ട് ഉണ്ടാവാം, ആ കാറിനൊരു ഫിസിക്സ് ഉണ്ടാകാം, വെച്ചാൽ അതിന് ഗ്രാവിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് ഒരു നിലത്ത് വീഴാനും ഇതൊക്കെ ആക്കാനൊക്കെ പറ്റുമായിരിക്കും. ആ കാറിന് മൂവ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമുക്കതുപോലെ തന്നെ എന്താ പറയുക, ഒരു ലൈറ്റാണെന്ന് വിചാരിക്കുക. ആ ലൈറ്റിന് ഈ നോർമൽ ഫിസിക്സ് ഇല്ല. എന്നുവെച്ചാൽ ഗ്രാവിറ്റിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിനില്ല. അതിനൊരു സൗണ്ടും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിന് വേറെ കുറേ കമ്പോണൻ്റ് ഉണ്ടാവും. റെൻഡറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കമ്പോണൻസ് ഉണ്ടാവാം. അതായത് ഇരുട്ടത്ത് ഈ ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ലൈറ്റ് എന്ന് പറഞ്ഞതും ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ കാർ എന്ന് പറഞ്ഞതും ഗെയിം ഒബ്ജക്റ്റാണ്. പക്ഷേ ഓരോന്നിനും അത് ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുക? അതിന് ചെയ്യേണ്ടത്, യൂണിറ്റി ഉപയോഗിക്കുന്നത് കമ്പോണൻറ്റ് ബേസ്ഡ് സിസ്റ്റംസാണ്. അതായത് എല്ലാം കുറേ കമ്പോണൻറ്റ് വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാർ എന്ന് പറഞ്ഞ ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതെന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള കമ്പോണൻസ് വെച്ചിട്ടാണ് ഈ കാർ എന്നുള്ള ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അതുപോലെ ലൈറ്റ് എന്ന് പറഞ്ഞ ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രൊജക്റ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അതായത് നമുക്ക് ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ്.
അപ്പോൾ അതിന് ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 1 പീസ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗെയിം ഒബ്ജക്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം കമ്പോണൻ്റാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കമ്പോണൻ്റാണ്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് എന്നല്ല, ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2D കാറിൽ തന്നെ പോവാം. ഇപ്പോൾ 2D കാറിൽ എന്തൊക്കെ വേണം? ഇപ്പോൾ 2D കാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ഒബ്ജക്റ്റ്. നമുക്കിതിൽ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു കാറായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം ഒരു 2D ഇമേജ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കമ്പോണൻ്റ് ഇടാം. അതിൻ്റെ പേരാണ് സ്പ്രൈറ്റ് റെൻഡറർ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ്. സ്പ്രൈറ്റ് റെൻഡറർ. എന്നിട്ട് നമുക്ക് കാറിൻ്റെ ഒരു ഇമേജ് എടുക്കണം. തൽക്കാലം എൻ്റെ കാറിൻ്റെ ഇമേജ് ഒന്നുമില്ല, ഞാൻ ഈ ഒരു ഇമേജ് എടുത്തേക്കാണ്. എന്നിട്ട് ഓക്കെ, ഞാൻ ഇതിൻ്റെ വലിപ്പവും കൂട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ 2D കാറിൽ സ്പ്രൈറ്റ് റെൻഡർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. എന്നാലും ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതെന്താണ് എന്നുവെച്ചാൽ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എപ്പോഴൊക്കെ ഏതൊക്കെ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തോ അതിൽ ഈ ഗെയിം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ അതിൽ ഡീഫോൾട്ടായിട്ട് എപ്പോഴും ഈ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഉണ്ടാകും. അതൊരിക്കലും നമുക്ക് എടുത്ത് കളയാൻ പറ്റിയ സാധനമല്ല, അതെപ്പോഴും അവിടെ ഉണ്ടാവും, നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല. അതേ സമയത്ത് വേറെ ഏത് കമ്പോണൻറ്റ് വേണമെങ്കിലും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് റിമൂവ് കമ്പോണൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ അത് പോകും. അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റില്ല എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ട്രാൻസ്ഫോം. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാനും പറ്റില്ല, ഇത് വേറെ സംഭവമാണ്. ആഡ് ചെയ്യാനും പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഗെയിം ഒബ്ജക്റ്റിലും ഈ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു കാറിൻ്റെ ഇമേജ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു കാറിൻ്റെ ഫോട്ടോ തന്നെ വന്നേനെ. ഇപ്പം എൻ്റെ ഫോട്ടോ ഇല്ലാത്ത കാരണമാണ് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചേക്കണേ. അതുപോലെ തന്നെ കാറിനൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്, ഓഡിയോ സോഴ്സ്. എന്നിട്ട് ഇതിൽ നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് കൊടുക്കാം, കാറിൻ്റെ പോണ ഒച്ചൊക്കെ കൊടുക്കാം, അതിനനുസരിച്ച് പോകും. അത് കൂടാണ്ട് അടുത്തതായിട്ട് നമുക്ക് കാർ ഓടിക്കണം, നമുക്കൊരു കാർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് കൊടുക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു കമ്പോണൻറ്റ് ഇല്ല. അപ്പം എന്താ ചെയ്യുക? ഒരു കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായിട്ട് കമ്പോണൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. യൂണിറ്റിൽ ഒരുപാട് കമ്പോണൻറ്റ് ഉണ്ട്, പക്ഷേ എല്ലാ ഗെയിമിനും പറ്റിയ കമ്പോണൻറ്റൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, നമുക്ക് കോഡിങ്ങൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൊരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇടുകയാണ്. അതിൻ്റെ പേരാണ് കാർ മൂവ്മെൻറ്റ്. ഇവിടെ ലോഡാവുന്നുണ്ട്. ഓക്കെ, ഈ ഇങ്ങനത്തെ കുറച്ച് ലോഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും ഒരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കാർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ഉണ്ട്. ഇപ്പം ഇതൊന്നും ചെയ്യില്ല, കാരണം ഇതൊരു എംപ്റ്റി സ്ക്രിപ്റ്റാണ്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയതാണ്. അതേസമയത്ത് ഇതിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഓൾറെഡി യൂണിറ്റിയിലുള്ള കമ്പോണൻ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോണൻ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ പറയണം. പക്ഷെ അതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഫിസിക്സ് വേണം. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഓരോ കമ്പോണൻ്റ് ആഡ് ചെയ്യുന്ന കാരണമൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും, ഓരോ കമ്പോണൻ്റ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നു. അത് ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കാത്തതിൻ്റെ കാരണം ഇത് ഒരുപാട് കമ്പോണൻറ്റുകളുണ്ട്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഓരോ ഇമ്പോർട്ടൻ്റ് ആയ കമ്പോണൻറ്റിൻ്റെയും ഓരോന്നായിട്ട് ഞാനൊരു വീഡിയോ പോലെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒറ്റ മിനിറ്റ്, ഇത് ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച കമ്പോണൻറ്റുകളുടെ വീഡിയോ ആണ്. ഇപ്പോൾ ഒരു 25 വീഡിയോസ് ഉണ്ട്. ഞാനിപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഓരോ വീഡിയോ വെച്ചിട്ട് ഒരു പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലിടുന്നതായിരിക്കും. അതിൽ കമ്പോണൻറ്റ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഗെയിം ഒബ്ജക്റ്റിൻ്റെ ഓരോ കമ്പോണൻറ്റും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രോഡ് ഓവർവ്യൂ ആണ് നൽകുന്നത്. നമുക്ക് ഗെയിമിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക, ഒരു പ്ലെയറിനെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് പ്ലെയർ എന്ന് പറഞ്ഞ ആളെ ആഡ് ചെയ്യുക. ഒരു പ്ലെയറിനെ മൂവ് ചെയ്യണമെങ്കിൽ ക്യാരക്ടർ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം യൂണിറ്റിലുണ്ട്, ആ കമ്പോണൻറ്റ് നമുക്ക് കൊടുക്കാം. അതുകൂടാണ്ട് ഇപ്പോൾ പ്ലെയറിന് ഇപ്പോൾ നമ്മുടെ ടച്ച് ഇൻപുട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ടച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് നമുക്ക് ഉണ്ടാക്കണം, അത് ഓൾറെഡി അതിലില്ല. നമുക്ക് ടച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഒരു ടച്ച് ഇൻപുട്ട് മോഡ്യൂൾ ഉണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഇട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഗെയിമിൽ എന്തൊക്കെ ഉണ്ടാക്കണോ അത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് അതിന് കമ്പോണൻറ്റ്സ് കൊടുക്കും. ആ ഗെയിം ഒബ്ജക്റ്റിന് എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ആ കമ്പോണൻറ്റിന് ആഡ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ആ ഗെയിം ഒബ്ജക്റ്റിൻ്റെ വർക്കിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഓരോന്നും എടുത്താലും ഓരോ തരം കമ്പോണൻസുകളാണ്. ഒരുപാട് കമ്പോണൻ്റ് ഉണ്ട്, ഒരുപാട് ബിൽഡിൻ കമ്പോണൻറ്റുകളുണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു ബേസിക് എക്സാമ്പിൾ കാണിച്ചു തരാം, ജസ്റ്റ് എത്ര സിമ്പിളാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ഉണ്ടാക്കി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്റ്റി കമ്പോണൻ്റ് ഉണ്ടാവുക. അത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ബിൽറ്റ് ഇൻ ഗെയിം ഒബ്ജക്റ്റ് പോലെ ഉണ്ടാവും.
അതിപ്പോൾ 3D ഒബ്ജക്റ്റിൽ ക്യൂബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടായി. അത് ഈ നമ്മൾ നോർമലി എം ടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ഫോം മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ വേറെ ഒരു ഡീഫോൾട്ട് ടെംപ്ലേറ്റ് പോലെ ഇങ്ങനെ ക്യൂബൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രാൻസ്ഫോം ഉണ്ടാവും. അതുകൂടാതെ അതിന് വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ക്യൂബാണ് ക്ലിക്ക് ചെയ്തത്, അപ്പോൾ ഒരു ക്യൂബ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റും അതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്പോണൻസും ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എം ടി ആയിട്ടും അത് ഉണ്ടാക്കാം, പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ കമ്പോണൻറ്റുകൾ ഇതിൽ ആഡ് ആവും. ഇതിപ്പോൾ നമ്മൊരു എം ടി ഉണ്ടാക്കിയിട്ട് ഇതേ കമ്പോണൻ്റ് തന്നെ അതിൽ ആഡ് ചെയ്താലും അതും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പോണൻ്റാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. 3D ഒബ്ജക്റ്റിൽ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫോമിൽ ഞാൻ വാല്യൂസിന് ഇത്തിരി വ്യത്യാസം വരുത്താണ്. ഇതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് ഈ നമ്പർ മാറ്റുമ്പോൾ ഒക്കെ ഇത് മാറണമെന്ന് അറിയാൻ ആ കമ്പോണൻസിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു ക്യാരക്ടറിനെ പോലെ ഒരു ക്യൂബ് ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ ഈ ക്യൂബിൽ ആകെ ഉള്ളത് ഒരു കൊളീഷനും ഈ ക്യൂബിനെ കാണാനുള്ള കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഫിസിക്സ് ആഡ് ചെയ്യാൻ പോണ്. അതിന് വേണ്ടി ഞാൻ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ സംഭവം ആഡ് ചെയ്തു. ഇനി ഇതിനെ മൂവ് ചെയ്യിക്കണം. അതിന് വേണ്ടി ഞാൻ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവം ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ ഞാനൊരു വാല്യൂ കൊടുത്തു, 6 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. എന്നിട്ട് ഞാൻ പ്ലേ കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വാല്യൂവിൽ മാറ്റം വരുത്തി. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഈ ക്യൂബ് മൂവ് ചെയ്തത്. നമുക്കൊന്നും കൂടി നോക്കാം. നമുക്ക് ഈ ക്യൂബിനെ ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ വലുപ്പം ഇത്തിരി കൂട്ടാം. ഓക്കെ, ഞാൻ ഈ ക്യൂബ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്നുള്ള ഈ കമ്പോണൻറ്റിൽ 10 എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. നമ്മൾ ഒരു കോഡിങ്ങും ചെയ്യുന്നില്ല. ആകെ അതിലുള്ള കുറച്ച് സാധനങ്ങളിൽ മാത്രം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് കമ്പോണൻറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഇതിലുണ്ട്. നമ്മൾ യൂസ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ കണ്ട പതുക്കെ അത് മൂവ് ചെയ്ത് ഈ ക്യൂബ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ബേസിക് കമ്പോണൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഇനി ഇത് ഇങ്ങനെ കറങ്ങാൻ പാടില്ല എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസ്ട്രെയിനിൽ പോയി ഫ്രീസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ കമ്പോണൻറ്റിത്തെ കുറച്ച് ഓപ്ഷൻസിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അല്ലാതെ നമ്മൾ വേറൊന്നും ഇതിൽ ചെയ്യുന്നില്ല. എന്നിട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം. മാറ്റമൊന്നുമില്ല. നമുക്ക് വാല്യൂസിൽ കുറച്ച് മാറ്റം വരുത്താം. കണ്ടോ, നിങ്ങൾക്ക് ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഇത് കറങ്ങൊന്നുമില്ല. കറങ്ങാണ്ട് ജസ്റ്റ് നമ്മൊരു ഗെയിമിൽ പ്രോഗ്രാം ചെയ്യുന്ന പോലെ അതിനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വാല്യൂ 20 എന്ന് കൊടുത്ത് നോക്കാം. കണ്ടോ, ഈ സാധനം കറങ്ങാണ്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൊരു ഗെയിമിലാണെങ്കിൽ നമുക്ക് കോഡൊന്നും ചെയ്യാണ്ട് തന്നെ ഒരു മൂവ് ചെയ്യുന്ന ഒരു ക്യൂബ്, അത് നമുക്ക് വേറെ ലോജിക്കൊക്കെ വെച്ച് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കമ്പോണൻറ്റ് വെച്ച് ചെയ്യാം. പക്ഷെ കമ്പോണൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കുക ഗെയിമിൻ്റെ ഇടയിൽ. അപ്പോഴാണ് നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഇഷ്ടത്തിന് കമ്പോണൻറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് കോഡിങ് വരുന്നത്. അങ്ങനെയാണ് ഗെയിം ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഗെയിം വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് പബ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ പബ്ജി ഉണ്ടാക്കാം. അതിനനുസരിച്ചുള്ള കമ്പോണൻറ്റും ഗെയിം ഒബ്ജക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൂ. ഒരുപാട് ഗെയിം ഒബ്ജക്റ്റും കമ്പോണൻറ്റും വേണ്ടി വരും വലിയൊരു ബിഗ് ഗെയിംസൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ ഏത് കോംപ്ലിക്കേറ്റഡ് ഗെയിമും എത്ര എളുപ്പമുള്ള ഗെയിമായാലും നമുക്ക് അതിനനുസരിച്ച് കുറച്ച് ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതിന് കുറച്ച് കമ്പോണൻറ്റ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ. നമുക്കൊരു ഷൂട്ടിംഗ് ഗെയിം വേണമെങ്കിൽ ഷൂട്ടിംഗ് പ്ലെയർ എന്നെങ്ങാനും പറഞ്ഞൊരു ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ടാക്കാം. ഫിസിക്സിന് വേണ്ടി റിജിഡ് ബോഡി എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ഓൾറെഡി ഉണ്ട്, അത് കൊടുക്കാം. കൊളീഷന് വേണ്ടിയിട്ട് ആ കൊളീഷൻ്റെ കമ്പോണൻ്റ് കൊടുക്കാം. പ്ലെയറിനെ കാണാൻ വേണ്ടിയിട്ട് 3D മെഷ് എന്ന് പറഞ്ഞ മെഷ് റെൻഡർ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കൊടുക്കാം. പിന്നെ ഏത് ഗെയിം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടത് അതിനാവശ്യമുള്ള ഗെയിം ഒബ്ജക്റ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പോണൻറ്റും. ഏത് ഗെയിമും എങ്ങനത്തെ എത്ര കോംപ്ലിക്കേറ്റഡ് ഗെയിം ആയാലും യൂണിറ്റിയിൽ ഈ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രിപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കമ്പോണൻസ് മിസ്സിങ് ആണ്. അതായത് എല്ലാ ഗെയിം ഉണ്ടാക്കാനും പറ്റിയ കമ്പോണൻ്റ് ഒന്നും യൂണിറ്റിയിലില്ല. അതൊരു ഗെയിം ഒബ്ജക്റ്റിലും അത് പോസിബിൾ അല്ല. കാരണം നമ്മൾ ഇമാജിനേഷനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് എത്ര കോംപ്ലിക്കേറ്റഡും എത്ര യുണീക്കായ കോൺസെപ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റിംഗ് വെച്ച് ഉണ്ടാക്കാം. എങ്കിലും ഇതിൽ ഏതൊക്കെ ഒരുപാട് കമ്പോണൻറ്റ് ബിൽഡിനായിട്ടുണ്ട്.
ഏതൊക്കെ കമ്പോണൻ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് അത്രയും നമ്മുടെ പണി കുറഞ്ഞ് കിട്ടും. ഇതിൽ ചില കമ്പോണൻ്റൊക്കെ വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഒറ്റയ്ക്ക് കോഡ് ചെയ്യുകയാണെങ്കിൽ കൊല്ലങ്ങളോ ഒക്കെ എടുക്കാവുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരുപാട് കമ്പോണൻ്റ് ഉണ്ട്. 100 200 എങ്ങാണ്ട് കമ്പോണൻസ് ടോട്ടലി ഉണ്ട്. 150 എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കമ്പോണൻസിനെ ഇൻഡിവിജ്വലായിട്ട് ഓരോ വീഡിയോ വെച്ച് ഞാൻ ഇറക്കുന്നതായിരിക്കും, കമ്പോണൻറ്റ് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടും. ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിന് മുമ്പും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ലേഔട്ട് വീഡിയോസിലത്തെ 4 വീഡിയോസ് ഉണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി കമ്പോണൻറ്റിൻ്റെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ഇത് കാണുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് ഈ എന്തൊരു വീഡിയോ റിലീസ് ചെയ്യുന്ന ഡേറ്റിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞത് തന്നെ പറയാണ്. നമ്മൾ ഗെയിമിൽ എന്തുണ്ടാക്കണമെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ്, നമ്മളൊരു കോയിൻ കളക്ട് ചെയ്യുന്ന ഗെയിമാണെന്ന് വിചാരിക്കുക, മാരിയൊക്കെ പോലത്തെ. അപ്പോൾ ആ കോയിൻ ഒരു ഗെയിം ഒബ്ജക്റ്റാണ്, മാരി ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. എത്ര കോയിൻ കളക്ട് ചെയ്തെന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ടാവും ഇവിടെ. ഒരു നമ്പർ 5 10 എന്നൊക്കെ പറഞ്ഞിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നതനുസരിച്ച് ആ നമ്പർ കൂടും. ആ നമ്പർ കാണിക്കുന്നത് ഒരു ഗെയിം ഒബ്ജക്റ്റാണ്. ഓരോ ഗെയിം ഒബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള കുറേ കമ്പോണൻ്റ് ഉണ്ടാവും. ആ ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് കുറേ കുഞ്ഞി കമ്പോണൻസുകൾ വെച്ചിട്ടാണ്. അതിനെ മറിച്ചും തിരിച്ചും മാറ്റി നമുക്ക് പല രീതിയിൽ കമ്പോണൻസിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3rd പേഴ്സൺ ഗെയിമും ഒരു 1st പേഴ്സൺ ഗെയിമും, അല്ലെങ്കിൽ നിങ്ങൾ PUBG കളിക്കുകയാണെന്ന് ചോദിക്കുക, അതിൽ നിങ്ങൾക്ക് 1st പേഴ്സൺ ക്യാരക്ടറും 3rd പേഴ്സൺ ക്യാരക്ടറായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ആ ഗെയിമിൽ അത് ഒറ്റ ഗെയിം ഒബ്ജക്റ്റാണ്. ഗെയിം ഒബ്ജക്റ്റ് മാറുന്നില്ല, ക്യാമറയുടെ പൊസിഷനേ മാറുന്നുള്ളൂ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ ഗെയിമിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗെയിം ഒബ്ജക്റ്റ് ഉണ്ട്, അതിനൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ പൊസിഷൻ നമുക്കൊരു കമ്പോണൻറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ക്യാമറയുടെ പൊസിഷൻ ആദ്യം 1st പേഴ്സണിലും വെക്കാം, എന്നിട്ട് വേറൊരു കമ്പോണൻറ്റ് 3rd പേഴ്സണിലും വെക്കാം. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കാം. ഒരു ബട്ടൺ അമുക്കുകയാണെങ്കിൽ ആ കമ്പോണൻറ്റുകൾ മാറുന്നത്, അതായത് 1st പേഴ്സണിനുള്ള കമ്പോണൻറ്റ് മാറി 3rd പേഴ്സൺ ആകുമ്പോൾ അവിടെ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗെയിമിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഷൂട്ടിങ്ങിനോ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റിനോ ഇൻപുട്ടിനോ ഒന്നും വ്യത്യാസമില്ല. പക്ഷേ 1st പേഴ്സണിൽ നിന്നും 3rd പേഴ്സണിലേക്ക് മാറി. വേറെ ഒരു മാറ്റവും ഇല്ല. ആകെ മാറ്റം വന്നത് ഒറ്റ കമ്പോണൻറ്റിന് മാത്രമാണ്. അപ്പോൾ അതാണ് ഈ കമ്പോണൻറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. അത് വളരെ ഇമ്പോർട്ടൻ്റായ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചാൽ ഇത് ജസ്റ്റ് വളരെ ബേസിക്കായുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഈ കോൺസെപ്റ്റ് ഒരുപാട് യൂസ് ആവുന്നുണ്ട് ഫ്യൂച്ചറിലും. വളരെ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ഇനി ഫ്യൂച്ചറിൽ വരാണെങ്കിലും അത് ഈ കമ്പോണൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ യൂണിറ്റിയിൽ വേറൊരു സിസ്റ്റം ഉണ്ട്, ETS എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പക്ഷേ അതും ഒരിക്കലും ഗെയിം ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക. അതായത് ഈ ഗെയിം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കോൺസെപ്റ്റാണ് ഈ ഗെയിം ഒബ്ജക്റ്റ് കമ്പോണൻസ് എന്നുള്ളത്. അപ്പോൾ നാളെ തൊട്ടോ അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ ഡിഫറെൻറ്റ് വീഡിയോസ് ഉണ്ടാക്കിയിടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം.